ഗൈസ്, അപ്പോൾ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. ബർത്ത്ഡേ അടിപൊളിയായിട്ട് നമ്മൾ ആഘോഷിച്ചു. വലിയ രീതിയിൽ ആഘോഷങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. സ്വീറ്റ്സ് ആയിക്കോട്ടെ, കേക്ക്സ് ആയിക്കോട്ടെ, മുട്ടായി ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ, അലങ്കാരങ്ങളായിക്കോട്ടെ, ബലൂൺസ് ആയിക്കോട്ടെ, എനിത്തിങ് നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ വ്ളോഗാണ്. വലിയ രീതിയിലൊന്നും വ്ളോഗൊന്നും എടുത്തിട്ടില്ല. ചെറിയ ചെറിയ വീഡിയോസ് കട്ട് ചെയ്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെന്താ, അമ്മയുടെ ബർത്ത്ഡേക്ക് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷമൊക്കെ ആവത്തേ ഉള്ളൂ. കഴിഞ്ഞ വർഷവും ഈ വർഷം ഈ 2 വർഷത്തിലാണ് ആഘോഷിക്കുന്നത് കേട്ടോ. അമ്മയുടെ മാത്രമല്ല, നമ്മളിവിടെയൊക്കെ എൻ്റെ ആയിക്കോട്ടെ, ചേട്ടൻ്റെ ആയിക്കോട്ടെ, അമ്മയുടെ ആയിക്കോട്ടെ, അച്ഛൻ്റെ ആയിക്കോട്ടെ, ചേച്ചിയുടെ ആയിക്കോട്ടെ, നമ്മളങ്ങനെ ആഘോഷിക്കത്തൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോഴാണ് ആഘോഷിക്കണം. എൻ്റെയൊക്കെ ബർത്ത്ഡേക്ക് എൻ്റെയും ചേട്ടൻ്റെയും ചേച്ചിയുടെയൊക്കെ 18ാമത്തെ വയസ്സിലൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇത്രയും ഗ്യാപ്പ് വന്നിട്ട് ഇപ്പോഴാണ് ആഘോഷിക്കണേ. അപ്പോൾ നമ്മളൊക്കെ വലുതായതിന് ശേഷം എത്ര ഗ്രാൻഡായിട്ട് ആഘോഷിക്കണേ. പണ്ട് ഒരു ചെറിയ കേക്ക് മുറിക്കും, കട്ട് ചെയ്യുക, അത്ര തന്നെ. പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആഘോഷിക്കണം. അപ്പോൾ അത് നമ്മൾ വലുതായിട്ട് ഓരുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ആഘോഷിക്കുക, ഇങ്ങനെ ഒരു സെലിബ്രേഷൻ മൂഡ് വീട്ടിൽ കൊണ്ടുവരിക, അതൊക്കെ വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൗഡ് ഫീൽ തോന്നും. അപ്പോൾ ഇതൊരു പ്രൗഡ് ഫീൽ തോന്നേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം, ഇതിനെന്താ പ്രൗഡാവാൻ തോന്നുന്നത്, ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തെന്നല്ലേ ഉള്ളൂ എന്ന്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധികം ബർത്ത്ഡേസൊന്നും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ 2 വർഷമായിട്ട് അടുപ്പിച്ച് ദൈവസഹായത്താൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ, ചെറുതായിട്ടാണെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പ്രൗഡ് മൊമെൻറ്റ് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമായിട്ട് തോന്നുന്നത്. അപ്പോൾ ലച്ചുകുട്ടി അമ്മ കേക്ക് മുറിക്കുമ്പോൾ അവിടെ ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ആൾ കുസൃതിയൊക്കെ കാട്ടുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ഓൾ കുസൃതിയൊക്കെ കണ്ടിട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് ഞാൻ എല്ലാ വീഡിയോയിലും, ഐ തിങ്ക് നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോ എടുത്ത് നോക്കിയാലും ഞാൻ ഇടയ്ക്കെങ്കിലും ഞാൻ ഈ ഡയലോഗ് പറയാറുണ്ട്. എൻ്റെ എല്ലാ വീഡിയോയിലും കാണുന്ന ആൾക്കാർ 10 ആണെന്നുണ്ടെങ്കിൽ അതിൽ 2 പേര് മാത്രമേ ലൈക്ക് ചെയ്യത്തുള്ളൂ, അതിൽ ഒരാൾ മാത്രമേ സബ് ചെയ്യത്തുള്ളൂ. ദയവ് ചെയ്ത് കാണുന്നവരെല്ലാവരും സബ് ചെയ്തിട്ട് കാണുക. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങൾ വീണ്ടും എടുത്ത് കാണുന്നത് എനിക്കറിയാം. പിന്നെ എന്താ ഗൈസ്, നിങ്ങൾ എൻ്റെ വീഡിയോ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാത്തേ? നിങ്ങളതൊക്കെ ചെയ്താലല്ലേ എൻ്റെ മറ്റുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഒരു ഹെൽത്തി ചാനലാണ് എൻ്റേത്. ഹെൽത്തി ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അൺവാണ്ടഡ് കണ്ടൻറ്റ്സ് ഒന്നും ഞാൻ എൻ്റെ വീഡിയോസിൽ ഇടാറില്ല. ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും അത് ഇടണോ അതിടണ്ടേ എന്ന് ഞാൻ റീച്ചൊക്കെ ചെയ്തതിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലം ഇപ്പോഴുണ്ടായില്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാവരുത്, ഫ്യൂച്ചറിൽ ഒരു പ്രോബ്ലം ഉണ്ടാവരുതെന്ന രീതിയിൽ ഞാൻ ഓരോ വീഡിയോസും, കാരണം നമ്മളിപ്പോൾ ഇട്ടാൽ കുഴപ്പമില്ല, കുറച്ച് ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വായിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയ പഴയ വീഡിയോസൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് അന്നും ഇവളിങ്ങനെ ആവർത്തിച്ചിരുന്നു എന്നൊക്കെ ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആര് പറയാനല്ലേ, ഞാൻ പൊതുവേ കോമൺ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ വീഡിയോസൊക്കെ റീച്ചൊക്കെ ചെയ്തിട്ടൊക്കെ ഞാൻ ഇടാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോസിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഞാൻ മാക്സിമം ഞാൻ ഒരു കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ട്. ഞാനിപ്പോൾ അടുപ്പിച്ച് ലോങ് വീഡിയോസൊക്കെ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് ഇടുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ വക ഗിഫ്റ്റ്, എൻ്റെ വക പ്രാർത്ഥനകൾ, ദൈവത്തോട് പ്രാർത്ഥനകൾ. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും കാത്തോടെ ദൈവമേ, എല്ലാവരെയും കാക്കണേ ദൈവമേ. സബ്സ്ക്രൈബ് ചെയ്തവരെയും ലോകത്തുള്ള എല്ലാ ആൾക്കാരും ദൈവം കാക്കട്ടെ. ഞാൻ വിഷയത്തിൽ നിന്നൊക്കെ തെന്നി മാറി പോകുന്നു, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. 5 മിനിറ്റ്സ് ഉണ്ട് ഈ വീഡിയോ, 4 മിനിറ്റ് ആയുള്ളതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ ലാഗ് അടുപ്പിക്കാൻ നോക്കിയത്. പക്ഷേ ടൈം എന്നിട്ടും തീരുന്നില്ല ഗൈസ്. ഇനി എന്താ പറയുക, അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റാറ്റസൊക്കെ ഇടുന്നവർ സ്റ്റാറ്റസൊക്കെ ഇട്ടോളൂ. എനിക്കൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ഇടണം, ഓക്കെ, ഇടാണ്ടിരിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഡെക്കറേഷൻസൊക്കെ എല്ലാം ഞാനാണ് ചെയ്തത്, ബലൂൺസൊക്കെ ഇട്ടത് ഞാനാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, അത്ര ഭംഗിയൊന്നുമില്ല. എനിക്കറിയില്ല ഗൈസ് എങ്ങനെ ഒരുക്കേണ്ടതെന്ന്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒരുക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അമ്മയ്ക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെയാണിത്. അച്ഛനും ചേട്ടനും ചേച്ചിയും ഞാനും ലച്ചുട്ടിയും നമ്മളെല്ലാവരും അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു. ഇതൊക്കെയാണ് അമ്മയുടെ ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേത് ഗിഫ്റ്റാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് വെച്ചെടുത്ത കേപ്പം വെച്ച് ലച്ചുട്ടി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ഐ ഹോപ്പ് യു സബ്സ്ക്രൈബ്.